അപ്പോൾ നമ്മൾ നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് കേട്ടോ. ചുമ്മാ രസത്തിന് വെക്കേഷൻ കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ ഒരു ടൂറും കാര്യങ്ങളൊക്കെ പോവാമെന്ന് കരുതിയിട്ട്. സോ നമുക്ക് നമ്മുടെ ട്രെയിനിലാണ് കേട്ടോ ഞാൻ പോണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഇവിടേക്ക് ചെല്ലണ്ട. എന്താരും ഇല്ലാത്ത ട്രെയിൻ എടുക്കാറുള്ള സമയം തോന്നുന്നു. ഇവിടെ ഉണ്ടല്ലോ പാർക്കിങ്, അതോടെയാണ് കേട്ടോ പാർക്കിങ്. അവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആരും വെച്ചിട്ട് ഇവിടെ സേഫാണ് കേട്ടോ. ഓക്കെ, ഈ ഹെൽമെറ്റ് ഇപ്പോൾ ഇവിടെ ഇറന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വണ്ടികളൊക്കെ ലോക്ക് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ. അയ്യോ, ഞാൻ എന്താ മറിഞ്ഞു വീണു കേട്ടോ. അതിന്മേൽ തട്ടി മറിഞ്ഞു വീണു. ഇപ്പോൾ എടുക്കാറായിട്ട് നമ്മുടെ ട്രെയിൻ 3:30-ക്കാണ് എടുക്കുക. ഇപ്പോൾ 3:25 നമുക്ക് വേഗം കയറണം നമ്മുടെ ട്രെയിനിൽ. എന്നിട്ട് നമ്മളിത് കാണിച്ചതാ ഫസ്റ്റ് ബോഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോഗിയിലും കാര്യങ്ങളൊക്കെയാണ് കയറാൻ വേണ്ടി പോകണം. ട്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തേക്ക് കണ്ടിട്ടാ. ഇപ്പം എങ്ങോട്ടാണോ പോകുന്നത്? ആ ചേച്ചി മുന്നിൽ വരും, ചേച്ചി മാറിക്കോ. ആ ചേച്ചി ഇടിച്ച് അരഞ്ഞിട്ടുണ്ടാവും. ചേച്ചി അവിടെ പോയാവോ? ഓക്കെ, എന്താ ട്രെയിൻ സ്പീഡിൽ പോകാത്ത? ഒന്ന് പോട്ടെ ട്രെയിൻ അങ്ങോട്ട്, എന്നിട്ട് നമുക്ക് കാണട്ടെ ഗൈസ്. A few moments later. ഞാനിപ്പോൾ ഇവിടെ എത്തിയേക്കണേ. നമ്മൾ ട്രെയിൻ എന്തോ ക്രാഷ് ആയിട്ട് ഞാൻ എന്നിട്ട് ഏതോ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തി. ഇത് വീട് നല്ല കണ്ടുപരിചയമുള്ള വീടുണ്ടല്ലോ ഗൈസ്, നല്ല കണ്ടുപരിചയമുള്ള വീട് എവിടെയോ. ഇതെന്താ ഗേറ്റ് തന്നെ അടഞ്ഞേ? ഇതെങ്ങനെയാണോ തന്നെ അടഞ്ഞേ? നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാം കേട്ടോ. നല്ല കണ്ടുപരിചയമുള്ള വീട് എവിടെയോ. ഇതെവിടെയാണെന്നാലും കണ്ടേക്കണമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നുണ്ട്. ഇതാരും പൊളിഞ്ഞ കാറ് വീടാണ്, നല്ല പഴഞ്ചൻ വീട് കേട്ടോ. ഇത്രയും വലിയ വീട്ടിൽ ആരും താമസിക്കില്ല. അയ്യാ, ഇത് പെട്ടെന്ന് പൊങ്ങിപ്പോയേ. എന്താണ്ടായോ? എന്തായാലും ഈ വീട്ടിലെന്ന് ചേർച്ചാലോ. ഹലോ, ആരുമില്ലേ? ഹലോ, ആരുമില്ലേ മോനെ? അയ്യാ, ഇതാരത്? മോൻ ഇങ്ങോട്ട് നോക്ക്. അയ്യോ, അല്ലല്ലോ, സ്തോത്രം. അയ്യോ അമ്മേ, ഇതേത് ശിവനേത്? ഇത് ലോകം ഇതെവിടെ എത്തിയേക്കണേ? ഈ വീട് ഗൈസ്, ഇത് നമ്മുടെ ഗ്രാനിയുടെ വീടല്ലേ? ഇത് ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ വീട്. ഓക്കെ, ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിലൊരു അമ്മച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടണം. അത് നമുക്ക് ലോക്ക് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീട് ശരിക്കും ഉണ്ട് അല്ലേ? ഞാൻ നമ്മുടെ ഇതുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. യൂട്യൂബേഴ്സിനൊക്കെ ഈ വീട്ടിലൊക്കെ പെടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ശരിക്കും ഉണ്ട്. ഓമ്പോ ഗൈസ്, ഇവിടെ ഒരു അമ്മച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 എസ്കേപ്പും കാര്യങ്ങളൊക്കെയാണുള്ളത് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. ഒരെണ്ണം ട്രെയിനിൽ കൂടെയും ഒരെണ്ണം ഗേറ്റിൽ കൂടെയാണ്. ഓക്കെ, അയ്യോ ഒന്ന് ബെല്ലടിക്കണേ. ഏയ്, മരത്തടി കിട്ടിയില്ലോ. ഇത് എവിടെ കൊണ്ടുപോയി വെക്കണ്ടേ? ഒരു വഴിയുണ്ട്, ഇതേ കൂടെ പോവാം. ഇതേ കൂടെ നമുക്ക് പോവാട്ടെ. അയ്യോ ഗ്രാനി ഓടിക്കോയേ നാട്ടാരേ. ഗ്രാനി വരുന്നു കേട്ടോ. ഞാനിതിനെ കണ്ടില്ല. വേഗം ഇതിൻ്റെ ഉള്ളിൽ കയറിക്കോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഗ്രാനിക്ക് വരാൻ പറ്റില്ലെന്ന് വിചാരിക്കണം. ഗ്രാനിയുടെ അമ്മച്ചിയാണ്, വയസ്സായിട്ട്. ഇവിടെ ഒന്നും കാണാനില്ല. അവിടെ പോയി. ഇവിടെ ഉണ്ട്. അയ്യോ അമ്മച്ചി എന്നൊന്നും ചെയ്യല്ലേ. അയ്യോ, ഞാനൊന്ന് ഇതാക്കി പോട്ടെ. അയ്യോ അമ്മച്ചി എന്നൊന്നും ചെയ്യല്ലേ അമ്മച്ചി, പ്ലീസ്. അയ്യോ, ഉള്ളിൽ കയറി. ഓക്കെ, ഇവിടെ അമ്മച്ചിനെ കാണാനില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് ട്രാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതേ വരുന്നു അമ്മച്ചി. ഈ അമ്മച്ചിനെ കൊണ്ട് ഈ അമ്മച്ചി പോയിട്ട് കാണാട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രാൻഡിനെയും കാര്യങ്ങളൊക്കെ പറ്റിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടേക്കും ലോക്ക് പിക്കൊക്കെ ആവശ്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ തളച്ച് വരികയാണെങ്കിൽ ഞാൻ പെട്ടിട്ടാ. കാരണം ഇവിടേക്ക് ഓടാനൊരു വഴിയില്ല. അയ്യോ, ഈ സാധനം ഒക്കെ തുറന്നിട്ടുടവന്മാർക്ക്.
ഞാൻ അതൊക്കെ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ സത്യമാണല്ലോ ഈ ഗ്രാനിയൊക്കെ. ഇവിടെ എവിടെയാണ് വെക്കേണ്ടത്? ആദ്യം ഇവിടെ ഇതിൽ കൂടെ വീഴാണ്ട് നടക്കണം. വീണാണ്ടല്ല, അതിൻ്റെ വായിലേക്ക് ആയിരിക്കും നമ്മൾ ചെന്ന് വീഴുക. ഈ സാധനം നമ്മുടെ ഞാൻ കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പാലൊക്കെ തിരിച്ചിങ്ങനെ വരുന്നത്. 5 days. എനിക്ക് തോന്നുന്നത് ഇവിടെ 5 ദിവസവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ ഒന്നും ഇപ്പം അമ്മച്ചീനെ കാണാനില്ല. നമുക്ക് പതുക്കെ പോട്ടെ. അയ്യേ, ഹലോ, അതാരത്? താഴെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോ. അയ്യോ, പെട്ടു. ഏതാനും ഇലക്ട്രിസിറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ വേഗം ഒരു ടെഡി ബെയറുണ്ട്. വേഗം എടുക്ക്. ഗ്രാനിപ്പോൾ വരൂടേ. ഇറങ്ങിക്കോ. ഇനിയിപ്പോൾ പേടിക്കാനില്ല. ഈ ടെഡി ബെയർ ഞാൻ ഇവിടെ മുന്നേ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ എവിടെയാണ് ഇട്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബേഴ്സിൻ്റെലൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇവിടെ തന്നെ. അപ്പം നമുക്ക് ഇതിൻ്റെ പേര് എന്തൊക്കെയായിരുന്നു? സ്ലെൻഡറീന. സാധനം നമുക്ക് എന്തോ തരും കേട്ടോ. എന്തൊക്കെയാ വേണേ? സേഫ് കീ, കുഴപ്പമില്ല. സ്ലെൻഡറീന ഈസ് നൗ ഗോൺ. ഓക്കെ, നമുക്ക് ഏറ്റവും താഴേക്ക് പോവാം കേട്ടോ. ലിഫ്റ്റ് കയറി ഏറ്റവും താഴേക്ക് പോ. വേഗം പോക്കോ. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി കേട്ടോ. ഇതല്ലേ അമ്മച്ചീനെ ഇവിടെ കാണാനില്ല. അതവിടെ ഇറക്കട്ടെ. അതാക്കൂല്. ഇവിടെ എങ്ങാനും അമ്മച്ചി ഉണ്ടെങ്കിൽ ഞാൻ ചത്ത്. അമ്മച്ചീനെ കാണാനില്ല. കണ്ടാൽ പെട്ട്. പക്ഷെ ഒരു വെപ്പൺ കിട്ടിയെങ്കിൽ അമ്മച്ചിക്ക് നമുക്ക് ഉഴുന്നുവടയും പരിപ്പുവടയും മേടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും ബി കെയർഫുള്ളായിരിക്കണം. വെപ്പൺ കീ എവിടെയാണോ പോവുക? വെപ്പൺ കീ ഒന്ന് ഇതേപോലെ സ്ഥലങ്ങളിൽ ഒരിടത്തും വെച്ചിരുന്നെങ്കിൽ കെട്ടി. അയ്യോ, ഓടിക്കോ. പതുക്കെ പോണേ. നമുക്ക് വേഗം നമ്മുടെ വെപ്പൺ എടുത്തിട്ട് വരാട്ടെ, അല്ലെങ്കിൽ നമ്മൾ പെടും. അയ്യോ, ഇതൊന്നും കൂടി മുകളിലേക്ക് പോയി. ഞാൻ താഴെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് വെപ്പൺ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്മച്ചിനെ തല്ലിക്കൂല. അവിടെ അമ്മച്ചിക്കുള്ള ചായയും പരിപ്പോടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം വായോ. എവിടെ അമ്മച്ചി? കണ്ട ചില സമയത്ത് വെപ്പൺ കിട്ടുമ്പോൾ അതിനെ കാണില്ലേ. ഓക്കെ, നമുക്ക് ക്രോബാർ എടുക്കണമൊക്കെ വേണം കേട്ടോ. ഇതൊന്നുമില്ല, ഒരാൾക്ക് എടുത്ത് വെച്ചൂടെ വണ്ടിയുടെ ഉള്ളൊക്കെ. എടുക്ക്. അമ്മച്ചി ഞാൻ സ്നേഹത്തോടെ വിളിക്കുകയായിരുന്നു. ഇവിടെ അമ്മച്ചീനെ കാണില്ലടാ. അമ്മച്ചി ഈസ് മിസ്സിങ്. അമ്മച്ചി ട്രാപ്പൊക്കെ ഇട്ടിട്ടോ പോയിക്കണേ. അങ്ങനെ വല്ലൊരു മലയത്തിൽ വീഴുന്നതല്ല ഈ RP Gaming 7. പിന്നെ ഒന്നുമില്ല ഇവിടെ. ഇപ്പോൾ ഒരു ട്രാപ്പൊക്കെ ഉണ്ടെങ്കിൽ പോയെന്ന് വിചാരിക്കാം. നമുക്ക് ഇവിടെ ഉണ്ടാവാൻ എന്തായാലും അമ്മച്ചി ഉണ്ടെങ്കിൽ നമുക്ക് അമ്മച്ചിക്ക് സവാള അവിടെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു അമ്മച്ചിക്ക് ഇഷ്ടം പരിപ്പോടെയാണ് കേട്ടോ. ഇവിടെ വല്ലതും ഉണ്ടാവണേ. ഒന്നുമില്ല. അയ്യോ, മഞ്ഞുള്ള സവാള അവിടെ പരിപ്പ് ഞാൻ തന്നെ. ആർക്കപ്പോൾ സവാള അവിടെ പരിപ്പും കൊടുത്തേ? അയ്യോ, അതൊരു മാതിരി അടിയായിട്ടാ. എന്നാലും ഇങ്ങനെ അടിക്കാൻ എൻ്റെ 32 കൊല്ലിന്ന് 15 കൊല്ലോണം കൊഴിഞ്ഞു പോയിട്ടാ. എന്താ നോക്കി, ഇതെന്നെ ഒരു അടി കൂടി കടിച്ചാണ് ഞാൻ ഗ്രാനിക്ക് കൂട്ടാടോ വാങ്ങേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയറ് പല്ലില്ലാണ്ട് വരാം. സ്ലിംഗ് ഷോട്ടെങ്കിൽ എങ്ങനെയെങ്കിലും മൂടിയും കിട്ടിയാൽ മതി കേട്ടാ. കിട്ടിയ ഞാൻ അമ്മച്ചീനെ തല്ലി. അമ്മച്ചീനെ വിടില്ല. ഇവിടെ വല്ലതുണ്ട് അമ്മച്ചി? ഇവിടെ അമ്മച്ചീനെ ആണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോവാം കേട്ടോ. വേഗം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു കാക്കയുടെ കൂടില്ല. ഇതിനെ തിന്നിട്ടാണോ ഷെഡ്ക്കി?
നമുക്ക് ആദ്യം ഒരു കാര്യം നമുക്ക് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ നമുക്ക് അങ്ങനെ പറ്റും. പതുക്കെ 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 ഇവിടുന്ന് പതുക്കെ 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 ഇറങ്ങിയാൽ മതി. ഒരു ധൃതിയും ഇല്ല. ഇനി അമ്മച്ചീനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ശരിക്കും വെടി വെച്ചിടും. വെടിയല്ല, എന്തായാലും ഞാൻ പറയാം, സ്ലിംഗ് ഷോട്ട് എടുത്തിടും. നമുക്ക് വീടിൻ്റെ അകത്തുനിന്ന് വരുന്ന പോകണം കേട്ടോ. അമ്മച്ചി എവിടെയാണോ നേരത്തെ പോലെ സാറ്റ് എന്നൊന്ന് പറയാണ്ടിരുന്നാൽ മതി. നേരത്തെ ശരിക്കും പേടിച്ചുട്ടായി അമ്മച്ചി. അമ്മച്ചി പട്ടയും ഈഞ്ചും മിഠായി. ഓക്കെ, അമ്മച്ചിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു സവാള വട. നമുക്കിത് ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ പരിഹരിക്കാം. ഇതിൻ്റെ തിന്നിട്ടാണോ ഉള്ളത് നമ്മൾ ഫ്യൂസ് ഇതിൻ്റെ തുടക്കുന്നുണ്ട് കേട്ടോ. ക്രോബാർ ഇത്ര എന്തിട്ടാന്ന് നോക്കാം. ഗ്രാനി എനിക്കാനൊരു 2 മിനിറ്റും കൂടി ഇതേ കിടക്കണു. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ട. ഓക്കെ, നമുക്ക് ഗേറ്റ് എസ്കേപ്പിനുള്ള സാധനങ്ങളായിട്ടാ. നമുക്ക് വേഗം ചെന്ന് ഈ ജനറേറ്റർ കേബിൾ മുകളിലിടാം. വേണ്ടത് ഇവിടെ കിടക്കട്ടെ. നമുക്ക് നമ്മുടെ ഗ്രാനിയോട് പോയി നമുക്കൊരു കാര്യം ചെയ്യണം. നമുക്ക് നമ്മുടെ ഗേറ്റ് എസ്കേപ്പിനുള്ള സാധനങ്ങളായിട്ടുണ്ട്. ഫ്യൂസ് കിട്ടി, നമുക്ക് ജനറേറ്റർ കേബിൾ കിട്ടി, ഷെഡ് കീ കിട്ടി, പിന്നെ എന്നിട്ടാ കിട്ടിയ ബ്രിഡ്ജ് ഗ്രാം കിട്ടി. എല്ലാം കിട്ടി കഴിച്ച് നമുക്കിനി വേഗം പോവാട്ടെ. ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം കാക്കനെ ഓടിക്കണം. ഗ്രാനി അങ്ങനെ മഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വരാണ്ടിരുന്ന ഭാഗ്യം. ഓക്കെ, നമുക്ക് വേഗം നമ്മൾ കാക്കനെ ഓടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഷെഡ് കീ എടുക്കാട്ടെ. എനിക്കിപ്പോൾ ഫയർവുഡ് കിട്ടിയില്ല. ഫയർവുഡ് മിക്കവാറും താഴെ വെള്ളമെടുത്തായിരിക്കും. സോറി ബ്രോ. ഇത് പോവില്ലേ ഗൈസ്? സ്ലിംഗ് ഷോട്ട് വെച്ച് അടിച്ചാൽ പോവില്ല കേട്ടോ. ഞാൻ ഫയർവുഡും തപ്പട്ടെ എന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ ഷെഡ് തുറന്നേക്കാണ് കേട്ടോ. ഷെഡ് കീ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേഗം തന്നെ ചെന്ന് നമ്മുടെ ജനറേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. താഴെയും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അമ്മച്ചി എന്നെ ഒരു പ്രാവശ്യം ഒന്ന് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി അവിടെ പോയാവോ? ഞാൻ 2-3 പ്രാവശ്യം പോകുന്നെങ്കിൽ എടുത്തിട്ട് അതിനെ. പിന്നെ ഇപ്പോൾ അവിടെ പോയാവോ അമ്മച്ചി? എന്തേ നമ്മുടെ ജനറേറ്റർ കേബിൾ കിട്ടി. ഇനി ഫ്യൂസ് വെച്ചിട്ടില്ലേ, ഫ്യൂസ് വെക്കണം. പിന്നെ നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് ഇല്ലേ, ആ സാധനം കൊണ്ടുപോയി വെക്കണം. ഇത്രയും കൂടി അമ്മച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത്രയും നമ്മുടെ വെക്കുകയാണെങ്കിൽ നമുക്ക് കഴിയൂട്ടാ. ഓക്കെ, സോ അപ്പോൾ ഞാൻ നമ്മുടെ ഫ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ അമ്മച്ചീനെ ഞാൻ താഴേക്ക് വിട്ടിട്ടുണ്ട്. നമുക്ക് വേഗം ചിലട്ടെ. ഇനി നമുക്ക് ആകെ വേണ്ടത് ബ്രിഡ്ജ് ക്രാക്ക് അങ്ങനെ എന്തല്ലേ പറയാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഗേറ്റ് തുറക്കാം. നമ്മുടെ ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രിഡ്ജ് ക്രാക്കും കാര്യങ്ങളൊക്കെ വേണം. അത് വേഗം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടണം കേട്ടോ. അങ്ങോട്ട് എടുത്താൽ കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ഇരുന്നൂല് കിടക്കണ്ടായിരുന്നേ. ഞാൻ അത് തപ്പണല്ലോ. ഇവിടെ ഇരുന്നത് കിടക്കണ്ടായിരുന്നേ. അതെവിടേക്ക് എടുത്തിട്ട് പോയി നോക്കിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി പോകാണ്ട, ഞാനത് താഴെ കൊണ്ടുവന്ന് ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, തേങ്ങ. നമുക്ക് വേഗം രക്ഷപ്പെടാം കേട്ടോ. ഗ്രാനി അമ്മച്ചി മുകളിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചോ വേഗം തിരിക്കുക. താഴേക്ക് വരട്ടെ വേഗം വരട്ടെ വേഗം. ഓക്കെ, നമുക്ക് വീടിനോട് അവസരമുണ്ട്. ബൈ മുതല. ഇതൊരു മുതലുണ്ട്. ടാറ്റാ. ഓക്കെ, ഞാൻ പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ബൈ. ഓക്കെ, ഞാനിങ്ങനെ പോയിട്ടുണ്ട്. പാവ അമ്മച്ചി ഒറ്റയ്ക്കായി. സെഡ് ലൈഫ്. ഇനി നമുക്ക് സിറ്റിയിലേക്ക് ഓടിപ്പോവാം. അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. ഓക്കെ, നമുക്ക് എനിക്കൊരു വെക്കേഷൻ വേണ്ട, ഒരു തേങ്ങയും വേണ്ട. അയ്യോ ഇടിക്കല്ലേ. ഓക്കെ, ഇതോടൊപ്പം കിടക്കട്ടെ. ഒരുമാതിരി അനുഭവമായിപ്പോയി. നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് വന്നു. ആ ട്രെയിനാണെങ്കിൽ ക്രാഷ് ആവാൻ കണ്ട സമയം. എന്തായാലും ഈ സാധനങ്ങളൊക്കെ മാറ്റിച്ചിട്ടൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാട്ടോ. നമ്മളാരോ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ പോയി? ഇവിടെ ഉണ്ടോ നിന്റെ പിന്നിൽ എന്തായാലും? ഇത് നമ്മുടെ സോമചേട്ടനല്ലേ? കണ്ടിട്ട് കുറഞ്ഞ ആളായില്ല. നിങ്ങൾ എവിടെയായിരുന്നു? അത് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ ഗൾഫിലായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ എന്തായാലും സിറ്റിയിലേക്ക് വന്നു. ഞാൻ അടിച്ച് പൊളിക്കാനാണ് വന്നേക്കണേ.
അതെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ട്രിപ്പ് പോയാലോ? ട്രിപ്പാ പോവുകയൊക്കെ ചെയ്യാം. ഏതില്ല മോളെ? നമുക്ക് ട്രെയിനിലും കൂടെ പോയാലോ? അയ്യോ ട്രെയിനിൽ എനിക്കൊന്നും പോണ്ടേ.